Hi all, this is Abhay from Prepwise. 2024 CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. Then അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മഹാശ്വേത ദേവി why girl? The little girl Munia belongs to which tribal group? അതായത് അവരുടെ ഒരു കൃതിയാണ് വൈ ഗേൾ. അതിലുള്ള ഒരു ക്യാരക്ടർ ആണ് ആര്, മോണിയ. അവര് ഏത് ട്രൈബൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. പക്കാ ഫാക്ച്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അവര് സാബാസ് ഓഫ് ഫ്രം വെസ്റ്റ് ബംഗാളിൽ സാമ്പാർ വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരുന്നു. ദെൻ അടുത്തത് സയൻസിന്റെ പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നെയിം ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അതിന്റെ ക്രോമസോം നമ്പറും തന്നിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സിൽ നമുക്കറിയാം 46 ആണ്. ദാറ്റ് ഈസ് 23 + 23 46 ആണ്. അപ്പോൾ A3 വരുന്ന ഓപ്ഷൻസ്, A3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒന്നല്ല എന്ന് നമുക്ക് പറയാം. ഹൗസ് ഫ്ലൈ, ഈച്ചൽ ഉണ്ട്. മെയ്സ് ആൻഡ് റൈസ്. റൈസിൽ എത്രയാണ്, മെയ്സിൽ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഹ്യൂമൻ ബീയിങ്സിലുള്ളത് എത്രയാണ്, 23 ആണ്. ഹൗസ് ഫ്ലൈസിലുള്ളത് ദാറ്റ് ഈസ് ബിയിൽ വരുന്നത് 6 ആണ്. ഈച്ചകളിലൊക്കെ 6 ആണ്. ആൻഡ് മെയ്സ് ധാന്യങ്ങളിലൊക്കെ വരുന്നത് 10 ആണ്. റൈസിൽ 12 ആണ്. ഈ ക്രോമസോം നമ്പേഴ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ചോദിച്ചതായതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ നോക്കി വെക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തും വരുന്നത് കാണാറുണ്ട്. ഇനി നമ്മുടെ അടുത്ത് മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് പി ആൻഡ് ക്യൂ? നമ്മള് ഇൻ എ 3D പ്ലെയിൻ, 3D പ്ലെയിനിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 2D പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2D പ്ലെയിനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. 2D പ്ലെയിൻ ആവുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്താൻ എന്താണ് ഉപയോഗിക്കുന്നത്? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ 3D പ്ലെയിൻ ആവുന്ന സമയത്ത് ഇതിൽ 3 പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ. ഇത് x ആണ്, ഇത് y ആണ്, ഇത് z ആണ്. ഇത് x1, y1, z1. ഇത് x2, y2, z2. ഇങ്ങനെ 3 പോയിന്റുകളായിട്ട് മാറ്റാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് കിട്ടുന്ന സമയത്ത് എന്താവും? റൂട്ട് ഓഫ് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2 മൈനസ് 2 ഇതെന്തായിട്ട് മാറും? -2 പ്ലസ് -2 ആയിട്ട് മാറും. ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതാവുന്ന സമയത്ത് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ക്വയർ പ്ലസ് -2 പ്ലസ് 2 0 ആവും. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് 4 മൈനസ് 1 എന്ന് പറഞ്ഞാല് 3 സ്ക്വയർ. 3 സ്ക്വയർ ആയിട്ടുണ്ടെങ്കിൽ 9 പ്ലസ് 9 റൂട്ട് 9 പ്ലസ് റൂട്ട് 9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? റൂട്ട് ഓഫ് 18 ആണ്. റൂട്ട് ഓഫ് 18 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടും എന്താ? റൂട്ട് ഓഫ് 18 നമ്മൾ ഈ ഒരു യൂണിറ്റ് തന്നിട്ടുള്ളത് ഏതിലാണ്? സ്ക്വയർ റൂട്ട് ഫോമിലാണ് തന്നിട്ടുള്ളത്. റൂട്ട് 18 നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 3 3 സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് 3 റൂട്ട് 2 എന്ന് എഴുതാൻ പറ്റും. ആൻസർ സി ആണ് വരിക. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്? 10th വരെ പഠിച്ച ആളുകൾക്ക് +1 +2 മാത്സ് മെയിൻ ആയിട്ട് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് +10th പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻസർ സി ആണ് വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്ലവർ? ഫ്ലവറിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? നമുക്ക് ഡയറക്റ്റ് തന്നെ ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പ്ലാസന്റെ ആണ് എന്തിന്റെ പാർട്ട് അല്ലാത്തത്? ഫ്ലവറിന്റെ പാർട്ട് അല്ലാത്ത ഭാഗം.
Then next question, comprehensive school health program should include medical care, health care, physical education, clean school environment and parallel health ആണോ, parental health ആണോ, teacher health ആണോ, distribution of medicines ആണോ, school length ആണോ? കോംപ്രഹെൻസീവ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ കെയർ ഉണ്ടായിരിക്കണം, ഹെൽത്ത് ഉണ്ടായിരിക്കണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, സ്കൂൾ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം, അലോങ് വിത്ത് സ്കൂൾ ലഞ്ച് കൂടി ഉണ്ടായിരിക്കണം. അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്? പാരന്റൽ ഹെൽത്ത്, ടീച്ചർ ഹെൽത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ്. അതല്ല അതിൽ വേണ്ടത് എന്താണ്? ഒരു സ്കൂൾ ലഞ്ച് കൂടിയാണ് വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മിഡ് ഡേ മീലിനൊക്കെ നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then next question, given below are two statements, one labeled as assertion and the another one is labeled as reason. So question assertion എന്താണ് നോക്കാം. After pandemic, it was assumed that learning will never be same again. Everyone wanted children back in school. Teaching is more likely to move to a blended learning format. Then reason is the new education policy in India and the concept not on blended learning which UGC brought out in May 2020 both leave enough room for entire learning. ഇത് രണ്ടും എന്തായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് A and R are correct and R is the correct explanation ആണ്. നമ്മളൊരു blended form of learningനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് അസേർഷൻ റീസണും നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then next is pollination is the mechanism for fertilization in plants. Then plants are abiotic and biotic agents to achieve pollination. Which one is not an agent of pollination? അപ്പം പ്ലാന്റ്സിന്റെ പോളിനേഷൻ ഏജന്റ് അല്ലാത്തതാണ് ഫംഗസ്, വാട്ടർ, ആനിമൽസ്. എന്താണ്? പ്ലാന്റിന്റെ പോളിനേഷനിൽ എലമെന്റ് ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഏജൻസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ വിൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? എയർ ആണ് പോളിനേഷൻ ഏജന്റ്, വിൻഡ് അല്ല പോളിനേഷൻ ഏജന്റ്. അപ്പൊ വിൻഡ് എന്നുള്ള ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എന്തിനു സെലക്ട് ചെയ്യാം? വിൻഡ് എന്തല്ല പോളിനേഷൻ ഏജന്റ് അല്ല. വിൻഡ് ഒരു പോളിനേഷനിൽ എന്താണ്? എയർ ആണ് പോളിനേഷൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Next, a renewable energy source are renewable energy, non-renewable energy sources ഏതൊക്കെയാണ് ചോദിച്ചത്? റിന്യൂവബിൾ എനർജിനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്. ഫസ്റ്റ് നോക്കുന്ന സമയം നമുക്കറിയാം ഹൈഡ്രോ പവർ ഇസ് എ നോൺ റിന്യൂവബിൾ എനർജി. ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ എനർജിയാണ്. സോ ഇതിൽ നോൺ റിന്യൂവബിൾ ആയിട്ട് വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എനർജി ആയിട്ട് വരുന്നത് കോൾ ആൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. കോളും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ.